ഞാൻ ആരാന്നല്ലേ? ഞാനാണ് അമൃത. ഞാനൊരു കുഞ്ഞ് HR ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലിങ്ക്ഡിൻ പേജ്. നിങ്ങൾക്കൊരു ജോലിയൊക്കെ ഒപ്പിച്ച് തരാൻ പറ്റുമെങ്കിൽ എനിക്ക് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും കീപ്പ് വാച്ചിങ് ഇറ്റ്. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് യൂഷ്വലി ഓഫീസിലെ ആൾക്കാർ കുറവായിരുന്നു. ഇതാണ് നമ്മുടെ പാൻട്രി. ഇവിടുന്ന് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ ഇതാക്കാം. അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു കോഫിയൊക്കെ കുടിക്കാറുണ്ട്. വീക്ക് ഡേയ്സ് ഭയങ്കര സ്ട്രെസ്സാവും, മീറ്റിങ്ങും അതും ഇതും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് മീറ്റിംഗ് ഇന്ന് കുറേ ഉണ്ട്, ഒരു 8:30 വരെയൊക്കെ ഉണ്ട്. ഞാൻ ഒരു കോഫിയൊക്കെ കുടിച്ച്, ക്യാപ്ചീനോ എന്നൊക്കെ പറയാം, അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കും. എല്ലാവരും ഇന്ന് വേഗം വീട്ടിൽ പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അപ്പോൾ പീസായി. അങ്ങനെ നമ്മുടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു, നമ്മൾ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഓഫീസ് വന്നിട്ട് HSRലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോവാണ്, ആരുമില്ല ഓഫീസിൽ, ഓൾ അലോൺ പീസ്ഫുൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ വണ്ടി ഞാനൊരു 1 കിലോമീറ്റർ ദൂരെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് HSRലെ സ്ട്രീറ്റ്സാണ്. ഇവിടെയൊക്കെ എന്ത് എംറ്റി അല്ലേ 9 മണിയാകുമ്പോഴേക്ക്. അപ്പോൾ ഇവിടെ എന്തോ ഫങ്ഷൻ നടക്കുക, ഒരു ഹൗസ് വാമിംഗ് ആണ് എന്താണെന്നറിയില്ല. അതിൻ്റെ ഫുള്ള് ഈ റോഡ് ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഓടി 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 എൻ്റെ വണ്ടി അതാ അവിടെ കിടക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. പിന്നെ വൈകുന്നേരം എനിക്ക് ഓഫീസ് കഴിഞ്ഞാൽ കുറച്ച് കറക്കമൊക്കെ മസ്റ്റാണ്. അപ്പോൾ യൂഷ്വലി എനിക്ക് സ്കൂട്ടി, എനിക്ക് റൈഡ് ചെയ്യും, ലൈക്ക് എനിക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്. കാറൊന്നും എനിക്കിഷ്ടമല്ല, സ്കൂട്ടിയാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ പോയത് ഹെൽത്ത് കാർട്ടിലേക്കാണ്. ഹെൽത്ത് കാർട്ടിൽ നിന്ന് എന്താ മേടിക്കാനുള്ള, ഹെൽത്ത് കാർട്ടിൽ സൂപ്പർ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് പ്രോട്ടീൻ ആവട്ടെ എന്താവട്ടെ. ഞാൻ എന്താ ഇവിടുന്ന് മേടിച്ചതെന്ന് ഞാൻ പിന്നെ പറയാം, ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽത്ത് കാർഡ് ഷോപ്പിംഗ് ചെയ്ത് നമ്മൾ ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ പോയത് അജ്ഫാനിലേക്ക്. അജ്ഫാൻ ഞാൻ യൂഷ്വലി എപ്പോഴും പോകാറുണ്ട്, കാരണം നമ്മുടെ ലൈക്ക് നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കിട്ടണമെങ്കിൽ അജ്ഫാനാണ് നല്ലത്. വൈകുന്നേരം കുറച്ച് പൈസ പൊടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ജോലി വേണം. അങ്ങനെ ഞാൻ ഇത് ഡാർക്ക് ചോക്ലേറ്റൊക്കെ നോക്കിയിട്ടോ. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതൊക്കെ മേടിച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ എത്ര നല്ലതല്ലേ. നമുക്കൊക്കെ മേടിച്ച് തരണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് മേടിക്കണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്തു. പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് കുറച്ച് വയ്യ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചു.